നല്ല രസമുണ്ട്. ഓക്കെ, ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ട് കറക്കാം. ഹലോ ഹലോ, ആ ഇവിടെ തന്നെ പട്ടി കുരയ്ക്കുന്ന, കോഴി കൂവുന്ന സൗണ്ട്, എന്താ രസം. ഓക്കെ, സോ ഞാൻ ആമസോണിൽ നിന്ന് ചില ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യൂസ്ഫുൾ ആണോ അല്ലയോ നോക്കാം. പല പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രോഡക്ട്സ് ആണ്. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. സോ സർപ്രൈസ് അൺബോക്സിങ് കൂടിയാണ്. എല്ലാം സർപ്രൈസ് അല്ല, കാരണം ചിലതിൻ്റെ പുറത്ത് ഫോട്ടോ ഉണ്ട്. പക്ഷേ ഇത് എന്തായാലും എനിക്കറിയില്ല എന്താണെന്ന്. നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് നമ്മുടെ 90 ഡിഗ്രി ഗ്ലാസ്സസ് ആണ്. നിങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള റീൽസും ഷോർട്സൊക്കെ കണ്ടു കാണും. ഞാൻ ഇന്നേ വരെ ആക്ച്വലി ഈ ഒരു ഗാഡ്ജറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ബേസിക്കലി സംഭവം എന്താണെന്ന് അറിയാമോ? 90 ഡിഗ്രി ഗ്ലാസ്സസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമുക്ക് താഴെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ബുക്കൊക്കെ വായിക്കാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ വെച്ചാൽ സോ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് എൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് 90 ഡിഗ്രിയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ലെഫ്റ്റും റൈറ്റും 2 ഗ്ലാസ് ഉണ്ടല്ലോ. ഈ 2 ഗ്ലാസ് ജോയിൻ ആവുന്ന ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഒരു സിംഗിൾ ഗ്ലാസിൻ്റെ ഫീൽ അല്ല കിട്ടുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതൽ ക്ലാരിറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങനെ ഇരുന്ന്, അതായത് ഇങ്ങനെ ഉപയോഗിച്ച് പലർക്കും ഈ കഴുത്തിൻ്റെ ഇവിടെ വേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കഴുത്തിലും പെടലിയിലൊക്കെ വേദന വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ നേരെ നോക്കിയിട്ട് ഇങ്ങനെ നൈസാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം കിടന്ന് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. കിടന്ന് ആ സെയിം പ്രോബ്ലം ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കി കിടന്നിട്ട് ഇങ്ങനെ വായിക്കാൻ നോക്കാറുണ്ട്. അതിന് പകരം നേരെ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ അതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ബുക്ക് വായിച്ച് നോക്കാം. നല്ല ക്ലാരിറ്റി കേട്ടോ, വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല രസമുണ്ട്. ഓക്കെ, പക്ഷേ ലോങ് ടേം ബേസിസിൽ കണ്ണുവേദന തലവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു ഷോർട്ട് ടേം എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇങ്ങോട്ടാ നോക്കണ്ടേ? ഓ ശരി കേട്ടോ, നേരെ നോക്കാം. അയ്യോ, റീഡിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കേണ്ടി വരും. നേരെ ഇരിക്കുന്ന ആളോട് സംസാരിക്കണമെങ്കിൽ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗാഡ്ജറ്റിൻ്റെ പേരൊക്കെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ സസ്പെൻസ് ഒന്നുമില്ല. ബുക്ക് ലാമ്പ്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ. അത്യാവശ്യം നല്ല പാക്കേജിംഗ് ഒക്കെ ഉണ്ട്. ബബിൾ റാപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബുക്ക് പോലെ ഇരിക്കുന്ന ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ്. നൈസ്. വെരി ബ്യൂട്ടിഫുൾ. എന്താ രസം. വെരി നൈസ്. ഓക്കെ, നല്ല ബിൽഡ് ക്വാളിറ്റി. ആക്ച്വൽ വുഡാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. ആക്ച്വൽ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ബേസിക്കലി ഇത് ഒരു ഡെക്കറേഷൻ ഐറ്റം എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, സോ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഡെക്കറേഷന് വേണ്ടി യൂസ്ഫുൾ ആണ്. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വേണമെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. ഇവർ പറയുന്നതനുസരിച്ച് 360 ഡിഗ്രി ഇതാണ്ടില്ല. പൊടിയോ ഇല്ല. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. വളരെ നൈസാണ് അല്ലേ, നല്ല രസമുണ്ട്. ഓക്കെ, പേജിൻ്റെ ഒരു ഇതെന്താ ഇത് ബട്ടർ പേപ്പർ, മറ്റേ ഒരു സംഭവമില്ല, നമ്മളെന്താ ട്രേസിംഗ് പേപ്പർ. നമുക്കിതിൻ്റെ ടോൺ മാറ്റാൻ പറ്റില്ല കേട്ടോ. സിംഗിൾ ഈ ഒരു വാം ടോണിൽ വരുന്നുള്ളൂ. അതായത് RGB സെറ്റപ്പ് ഒന്നുമല്ല. പക്ഷേ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതായത് ഇങ്ങനെ വെച്ചാൽ മതി. ഇവിടെ സൈഡിലായിട്ട് Type-C, സോ മൈക്രോ USB അല്ല. ഐ എം ഷുവർ ഇവിടെ ഏതെങ്കിലും ഗാഡ്ജറ്റിലെ മൈക്രോ USB കാണും. ഇവിടെ Type-C ആണ് കൊടുത്തിരിക്കുന്നത്. നൈസാണ്. ഉള്ളിലുള്ള വയറിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് കേബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി അറിയാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഗാഡ്ജറ്റ്. സോ ഇതാണ് നമ്മുടെ ഫ്ലൈയിങ് സ്പിന്നർ. ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ക്ലോസ് ടു 1.2 മില്യൺ വ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നത്. അത് കണ്ടമാനം വൈറലായി പോയ ഒരു സാധനം. ട്രെൻഡിങ് നമ്പർ 1-ലായിരുന്നു 2 ദിവസമൊക്കെ. എനിവേ, സോ ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, ആക്ച്വലി ഒരു DC മോട്ടറാണ്. ആ DC മോട്ടറുടെ മുകളിൽ ഒരു ഫാൻ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. ഒരു ഫാൻ ഉണ്ട്. ഈ ഫാൻ കിടന്ന് കറങ്ങും. സോ ഫാൻ നല്ല ഫാസ്റ്റിൽ കറങ്ങുമ്പോൾ നമ്മൾ എയറിൻ്റെ ഫോഴ്സ് ഉണ്ടാവല്ലോ, ആ ഫോഴ്സിലാണ് ഇങ്ങനെ വായുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. ഓക്കെ, ഈ മോട്ടർ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ മൈക്രോ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് കണ്ടു, ഈ സംഭവം വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഈ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് കറക്കാൻ പറ്റും. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് കറക്കാം. ഈവൻ ടേബിൾ അല്ലെങ്കിൽ നിലത്തും കറങ്ങും. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം. ഇത് ബൂമറാങ് പോലെ തിരിച്ചു വരും. അതായത് നമ്മൾ ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ എറിഞ്ഞാൽ ഈ സംഭവം ബൂമറാങ് പോലെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. സോ ഈ ജൈറോ സ്പിന്നർ ഇങ്ങനെ ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക്, അതായത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ എറിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് പോകും. സോ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടില്ലേ എറിഞ്ഞ് കളിക്കാം. മറിച്ച് ആ ഒരു ആംഗിൾ മേളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞാൽ
കണ്ടില്ലേ 650 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, ആ പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ബാക്കി കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആണ്, വർക്ക് ആവുന്നുണ്ട്. ഒരേ ഒരു ഇഷ്യൂ എന്താണെന്നറിയാം, ബാറ്ററി ബാക്കപ്പ് ഭയങ്കര കുറവാണ്. കഷ്ടിച്ച് 8 മിനിറ്റ് 8-10 മിനിറ്റ് കളിക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരും. ചാർജിങ് ടൈം എനിക്ക് തോന്നുന്നു 20 മിനിറ്റ് ആണെന്ന് തോന്നും. അല്ലെങ്കിൽ സംഭവം വർക്ക് ആവുന്നുണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഈ ചെറിയ പാക്കറ്റ്. ബേസിക്കലി നമ്മുടെ വയർലെസ് സിഗ്നലാണ് ഈ സൈക്കിൾ ഓടിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു നല്ലൊരു ഗാജറ്റാണ്. ഓക്കെ, സിമ്പിൾ ഗാജറ്റാണ്, പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയ ഗാജറ്റാണ്. പ്രത്യേകിച്ചും അറിയാം, ഞാനിപ്പോൾ ആക്ച്വലി ഒരുപാട് സൈക്ലിസ്റ്റിനെ കാണുന്നുണ്ട് റോഡിൽ വെച്ച്. പണ്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ എക്സസൈസിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ ട്യൂഷനിലൊക്കെ പോയിട്ട് വരുമ്പോൾ, ട്യൂഷൻ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് വരുമ്പോൾ രാത്രി സമയമൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ബേസിക്കലി വയർലെസ് ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ സ്ട്രാപ്പ് ഉണ്ട്. ഈ സ്ട്രാപ്പ് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ആ സീറ്റിൻ്റെ താഴെയുള്ള റോഡില്ലേ, സീറ്റ് കണക്ട് ചെയ്യുന്ന റോഡ്, ആ റോഡിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബാക്കിലും സൈക്കിളിൻ്റെ ബാക്കിലും വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കെട്ടിയിടാൻ വേണ്ടി ഇവിടെ ഈ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ബട്ടൺ ഈ റബ്ബർ സ്ട്രാപ്പ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു നമ്മുടെ ഹാൻഡിലിൽ പിടിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ബട്ടണാണ് ഈ ഒരു ബട്ടൺ. ഇപ്പം ഇൻഡിക്കേറ്റർ ആക്റ്റീവ് ആണ്. ഇനി നമ്മൾ റൈറ്റ് പ്രസ് ചെയ്താൽ റൈറ്റ് കത്തുന്നുണ്ട്, റൈറ്റ് സിഗ്നൽ കത്തുന്നുണ്ട്, പ്ലസ് സൗണ്ടും ഉണ്ട്. അഗെയിൻ ലെഫ്റ്റ്, ഒന്നുകൂടെ ലെഫ്റ്റ് പ്രസ് ചെയ്താൽ അത് ക്യാൻസൽ ആവും. സെയിം റൈറ്റിനും അതേ സെറ്റപ്പാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ 2-3 തരത്തിലുള്ള ലൈറ്റ് ഫ്ലാഷ് ചെയ്യിപ്പിക്കാൻ പറ്റും ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട്. ബേസിക്കലി മോഡാണ്. സോ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് കത്തി കിടക്കും ഈ റെഡ് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് പോലെ. പിന്നെ ഇവിടെ ആ ഒരു ബ്ലിങ്കിങ് സെറ്റപ്പ് ഉണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ 3 ലൈറ്റും, സോ സെൻട്രൽ ലൈറ്റും പിന്നെ റൈറ്റ് ലെഫ്റ്റ്, ഈ 3 ലൈറ്റും കിടന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. രാത്രിയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. രാത്രി ഈവൻ പകലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതായത് നിങ്ങൾ ഈ റൈഡിന് പോകുന്നതിന് മുമ്പ് ഈ സംഭവം വർക്കിംഗ് ആണോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇത് വർക്കിംഗ് ആണ് എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് എടുത്തു, പക്ഷേ വർക്കിംഗ് അല്ല എങ്കിൽ ബാക്കിൽ വരുന്ന ആൾക്ക് അറിയാൻ പറ്റൂല. ഓക്കെ, സോ അത് നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തണം. ഈ ട്രാൻസ്മീറ്റർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു കോയിൻ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എലമെന്റ് ഇവിടെ ഉള്ള ഞാൻ പറഞ്ഞില്ല മൈക്രോ USB ചാർജിങ് വരും. ഇവിടെ മൈക്രോ USB ചാർജിങ് വന്നിട്ടുണ്ട്. ഈ മൈക്രോ USB പോർട്ട് വഴി നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറേ ദിവസം, അതായത് 2-3 മാസം അങ്ങനെ നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഗാഡ്ജറ്റ് ഉണ്ട് അത് പറയാൻ വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് വയർഡ് കുറച്ചുകൂടി സേഫ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ഇത്തരത്തിലുള്ള വയർഡ് സംഭവം കിട്ടും. ഞാൻ ഉപയോഗിച്ച് നോക്കി, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം സേഫ്റ്റി ഗാഡ്ജറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തു പറയുന്നത്. നെക്സ്റ്റ് ആണ് ഈ റെയിൻബോ കളേർഡ് LED ലൈറ്റ്. ഓക്കെ, ഓപ്പൺ ചെയ്യാം. പോട്രോണിക്സ് എന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആണ്. സോ ബ്രാൻഡഡ് അല്ല എന്ന് പറയാൻ പറ്റൂല. ഇതാണ് നമ്മുടെ ലാമ്പ്. കൂടെ ഇത് മൈക്രോ USB ആണ്. ഓക്കെ, സോ ടൈപ്പ് സി ഇല്ല, മൈക്രോ USB ആണ് വരുന്നത്. ലൈറ്റ് പ്ലസ് സ്പീക്കർ, സോ ലൈറ്റ് കം സ്പീക്കറാണ്. ബിൽഡ് ക്വാളിറ്റി കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ. പ്ലാസ്റ്റിക് ആണ്, ഓബ്വിയസ്ലി നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ താഴെ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു, പക്ഷേ എന്തായാലും തെന്നുന്നുണ്ട്. ഓക്കെ, പ്ലാസ്റ്റിക് ഉണ്ട്, എടുത്ത് മാറ്റാം. ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സോ അതായത് തെന്നി പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ആ ഒരു റബ്ബർ ഗ്രിപ്പ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഇവിടെയാണ് ചാർജിങ്ങിന് വേണ്ടിയുള്ള പോർട്ട്. ഇവിടെയാണ് നമ്മുടെ പവർ ബട്ടൺ. സോ ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ് പ്ലസ് സ്പീക്കർ സെറ്റപ്പ് ആണ്. ഇവിടെ ടാപ്പ് ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്, ഓഫ്, ലോ, മീഡിയം, ഹൈ. ഓക്കെ, സോ ലൈറ്റ് ഡീസൻ്റ് ആണ്. അതായത് രാത്രി നിങ്ങളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇന്ന് പഠിക്കാൻ പറ്റത്തൊന്നുമില്ല, അതിനു വേണ്ടി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഡെക്കറേഷൻ ഐറ്റമായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കളർ മാറും. ഒരു ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ, ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ മാറി മറിയുന്ന നമ്മളിപ്പോൾ കണ്ട കളറുകൾ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. ഓക്കെ, ബേസിക്കലി 2 മോഡുണ്ട്, ലൈറ്റ് മോഡ് പിന്നെ ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മോഡ്. ഓക്കെ, ലൈറ്റ് മോഡിലാണ്, ബ്ലൂടൂത്ത് മോഡാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് തരുന്നുണ്ട്. ഓക്കെ, നല്ല സ്പീക്കറാണ് ആക്ച്വലി. ഇതാണ് മാക്സിമം. നല്ല ക്ലാരിറ്റി, നല്ല ക്വാളിറ്റിയും. അതായത് ഇവിടെ നമ്മൾ ഈ ഡെഡിക്കേറ്റഡ് സ്പീക്കർ വാങ്ങുമ്പോഴും ചിലപ്പോഴൊക്കെ പോർട്ടബിൾ സ്പീക്കർ വാങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ഇത്രയും ക്വാളിറ്റി കിട്ടാറില്ല. ഭയങ്കര ഒരു പൊട്ടലും ചീറ്റലൊക്കെ ആയിരിക്കും. നല്ല ക്വാളിറ്റി. ആ ഒരു ബേസ് ഒക്കെ ഡുഡുക സംഭവം ഉണ്ടല്ലോ, ബേസ് ആണെങ്കിലും വോക്കൽസ് ആണെങ്കിലും ഭയങ്കര ക്ലാരിറ്റി. അവിടെ എനിക്കത് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. അത്യാവശ്യം പ്രൈസ് ഉണ്ടെന്ന് തോന്നില്ല, 1000 സംതിങ് അല്ലേ എൻ്റെ പ്രൈസ്? 1400 റുപ്പീസാണ്. ഞാൻ പറഞ്ഞില്ലേ റേറ്റ് ഉണ്ട്, പക്ഷേ സംഭവം അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, ലൈറ്റൊക്കെ നൈസാണ്, എല്ലാം നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഹലോ
ഇവിടെ തന്നെ ഞാൻ എൻ്റെ കോളിംഗ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോളിംഗ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ മൈക്ക് ഉണ്ടെന്ന് തോന്നുന്നു. മൈക്കും സ്പീക്കറൊക്കെ ഉള്ളത് കൊണ്ട് ടേബിളിൽ വെച്ചിട്ട് ഫോൺ എടുക്കാതെ അല്ലെങ്കിൽ ഫോൺ എടുത്തതിന് അതായത് കോൾ എടുത്തതിന് ശേഷം ഫോൺ മാറ്റി വെക്കാം, എന്നിട്ട് ഈസിലി സംസാരിക്കാൻ പറ്റും. ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഗാഡ്ജറ്റ്. ബുക്ക് ലൈറ്റുള്ള ബുക്കല്ല, അത് വേറെ, നമ്മൾ ഓൾറെഡി കണ്ടു. ഇത് ബേസിക്കലി നമ്മുടെ ലൈറ്റ് പാനലാണ്. അതായത് രാത്രി പുസ്തകം വായിക്കുമ്പോൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, അതായത് സ്വിച്ച് ഓൺ ചെയ്ത് റൂമിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾക്ക് ഈസിലി ബുക്കൊക്കെ വായിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. സിമ്പിൾ സാധനം. ബാറ്ററി ഇല്ല. ബാറ്ററി തന്നിരുന്നെങ്കിൽ ഞാൻ എക്സ്ട്രാ പോയിന്റ് കൊടുത്തേനെ, പക്ഷേ ബാറ്ററി വരുന്നില്ല. ഈ ചെറിയ ലൈറ്റിന് എന്തിനാ 3 ബാറ്ററി? സോ ഇങ്ങനത്തെ ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. ക്യാമറയിൽ എത്രമാത്രം പതിയുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, പക്ഷേ ഉണ്ടല്ലേ, വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ഗാഡ്ജറ്റ് വാങ്ങണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട. 2-3 കാരണമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ലൈറ്റ് അത്രയും പോരാ. ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ കുറച്ച് നേരം വായിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഇറിറ്റേഷൻ ഫീൽ ആവും ഫോർ ഷ്യൂർ. സെക്കൻഡ് ആണ് ഇതിൻ്റെ സൈസ്. എൻ്റെ കയ്യിലുള്ള ബുക്കിൻ്റെ സൈസും ഇത് മാച്ച് ആവുന്നില്ല. സോ കറക്റ്റ് ഇതിൻ്റെ സൈസിൽ മാച്ച് ആവുന്ന ബുക്കാണെങ്കിൽ മാത്രമേ നമുക്കിത് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് ഭയങ്കര ബോറ് പരിപാടിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് ഔട്ട്ഡോർ ലാമ്പാണ്. അതായത് സോളാർ ഇൻട്രാക്ഷൻ വാൾ ലാമ്പ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി പകലിൽ നമ്മുടെ സൂര്യപ്രകാശം അതുവഴി ചാർജ് ആവുന്ന ഒരു സോളാർ ലാമ്പ്, സോളാർ ലൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ബേസിക്കലി ഔട്ട്ഡോറിന് വേണ്ടിയാണ്. ഓക്കെ, ഇവിടെ സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള ഒരു സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു കൈ നോക്കിയാൽ ഈസിലി നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ എനിവേ നിങ്ങളുടെ കയ്യിൽ ആ ഒരു സ്ക്രൂ ഡ്രില്ലിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് സൂര്യപ്രകാശം പോകുമ്പോൾ, അതായത് രാത്രിയാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കത്തുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അതിൽ 2 ഇൻറ്റൻസിറ്റി ഉണ്ട്. ഹൈ ഉണ്ട്, പിന്നെ ഒരു ലോ ഇൻറ്റൻസിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെൻസർ ഉണ്ട്. അതായത് നമ്മൾ ഈ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ സമയത്ത് മാത്രം കത്തിയാൽ മതിയെങ്കിൽ ആ ഒരു മോഡും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നെക്സ്റ്റ് ഗാഡ്ജറ്റ്. ഉണ്ടല്ലേ, ഇതിൻ്റെ കൂടെ ബാറ്ററി വരുന്നുണ്ട്. പ്ലസ് പോയിന്റ് സീലർ ആൻഡ് കട്ടറാണ്. അതായത് ഫോർ എക്സാമ്പിൾ ചിപ്സ് പാക്കറ്റ്, നിങ്ങൾ വലിയൊരു ചിപ്സ് പാക്കറ്റ് വാങ്ങിച്ചു, എന്നിട്ട് പകുതി തിന്നിട്ട് പകുതി എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ ഈ സീലർ യൂസ് ചെയ്യാൻ പറ്റും. ചിപ്സിൻ്റെ പാക്കറ്റ് മാത്രമല്ല, ഏത് നമ്മുടെ പാക്കറ്റ് ആണെങ്കിലും മസാലപ്പൊടി ആണെങ്കിലും കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തവണ വളരെ സ്മൂത്തായിട്ട് കട്ടായി. ഇനി നമുക്ക് ഒരു ചിപ്സ് കഴിക്കാം. ഇനി ഇത് വേണമെങ്കിൽ ഈ വെസ്റ്റ് ഇൻഡീസ് ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി, ഈ ഓറഞ്ച് പാക്കറ്റ് ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ ഫേവററ്റ് ഫ്ലേവർ. നിങ്ങളുടെ ഫേവററ്റ് ലേസ് ഫ്ലേവർ ഏതാണ്? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കും. ഓക്കെ, എനിവേ നമുക്കിത് സീൽ ചെയ്ത് നോക്കാം. വളരെ പതുക്കെയാണ് ചെയ്യേണ്ടത്. നൈസ്, നമ്മുടെ ഈ ഫാക്ടറി സീൽഡ് വളരെ നല്ലോണം സീലാവുന്നുണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ല. ഇത് സെക്കൻഡ് പാക്കറ്റാണ്. ഓക്കെ, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് സീലായി. സോ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഓക്കെ, നോ ഇഷ്യൂസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഗാഡ്ജറ്റ്. വയർലെസ് ഡോർബെല്ലാണ്. ഈ വയർലെസ് ഡോർബെൽ പല ഷേപ്പിനും സൈസിനും വരുന്നുണ്ട്. ആമസോണിലുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇതെല്ലാം ഗാഡ്ജറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. നിങ്ങൾക്കും അത് ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങാം. സോ ഈ വയർലെസ് ഡോർബെല്ലിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. ഇതാണ് സ്വിച്ച്, ഇതാണ് റിസീവർ, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും ഫുൾ ടൈം പ്ലഗ് ഇൻ ചെയ്ത് വെക്കേണ്ടി വരും. സോ സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനുള്ള ബട്ടണൊക്കെ ഇവിടെ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോളിംഗ് ബെൽ റിംഗ് ടോൺ, റിംഗ് ടോൺ ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. ഉണ്ടോ? സ്മാർട്ട് ഫോൺ റിംഗ് ടോൺ ഒക്കെ ഉണ്ട്. പട്ടി കുരയ്ക്കുന്ന, കോഴി കൂവുന്ന സൗണ്ട്. സോ മെയിൻലി 32 മ്യൂസിക് ചൈംസ്, അതായത് വെറൈറ്റി ഓഫ് റിംഗ് ടോൺസ് ഉണ്ട്. 5 വോളിയം ലെവൽസ് ഒക്കെ ഉണ്ട്. LED ഇൻഡിക്കേറ്റർ, അതായത് ഇപ്പോൾ കത്തിയല്ലോ സാധനം. സോ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. 3 വർഷത്തെ ലോങ് ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ ഫൺ ആൻഡ് രസകരമായ നാപ്തോൾ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും ടെസ്റ്റിങ്ങും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.